റേഞ്ചും ഇല്ല. ചേട്ടൻ അന്വേഷിച്ചെന്ന് പറഞ്ഞു. കാര്യമൊക്കെ ശരിയാണ്, നല്ല ടീമും നല്ല വർക്കും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഒരു പരിധിയുണ്ട്. ഈ കാട്ടിൽ കൊടുത്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാൻ മൊബൈൽ റേഞ്ച് ഇല്ല, ഒന്നുമില്ല. ചേട്ടനല്ലേ പറഞ്ഞത് നാട്ടിൽ നിന്ന് മാറി കുറച്ച് ദിവസം കാട്ടിൽ രസമായിരിക്കുന്നു. ശരിയാണ്, അതിന് പരിധിയില്ലേ? ഇവിടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആനയുടെ ചിഹ്നം വിളിയാ. ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരാളാണ്. അവർക്ക് വർക്ക് തീർക്കുക എന്നുള്ള മാത്രമേ ലക്ഷ്യമുള്ളൂ. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം. രാവിലെ അത്യാവശ്യമായിട്ട് ഷൂട്ടിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാനും ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. നമ്മുടെ സിദ്ധാർത്ഥ ചേട്ടൻ വന്നതിന് ശേഷം ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്ത്, പറന്നാ നിൽക്കുന്നത്. പുള്ളിയുടെ ഒരു പാഷനും ഒരു ഡെഡിക്കേഷനും പറ്റുന്നില്ല കേട്ടോ എനിക്കെല്ലാം. രാഹുൽമാൻ, നമ്മുടെ ഫൈറ്റില്ലേ ആ മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ട് ഇങ്ങനെ വന്നിട്ട് ലാൻഡ് ചെയ്യുമ്പോ തലകുത്തി നിന്നിട്ട് നമ്മളൊരു സാധനം ടഫ് ആയിരിക്കത്തില്ലേ? ക്വസ്റ്റ്യൻ ഇസ് മേക്കിംഗ് മീ അൺകംഫർട്ടബിൾ. കുറച്ചും കൂടി ഈസി ആയിട്ട് ആ മരത്തിന്റെ ചില്ല അതിന്റെ മുകളിൽ നിന്ന് ലഞ്ച് ബ്രേക്ക് ആണല്ലോ, അത് കഴിഞ്ഞ് എല്ലാ ദിവസവും കഴിക്കണല്ലേ. ദിസ് ഈസ് മോർ പാഷനേറ്റ് മാൻ. ചെയ്യാം, എന്തായിരുന്നു ചേട്ടന് പറയാനുണ്ടായിരുന്നു? ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയാൻ വന്നത്. കുറച്ച് ഫിസിക്കൽ സ്ട്രെയിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം. ഫോറസ്റ്റിൻ്റെതായ അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ? അത് നല്ലതല്ലേ? മൊബൈൽ റേഞ്ച് വരും, ഒന്നും ആരെയും വിളിക്കേണ്ട കാര്യമില്ല, ആരും വിളിക്കുന്നില്ല. വർക്കിൽ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് ഇതാണ് പാഷൻ. ഞാൻ അടുത്ത ഷോട്ട മലയാളം മുകളിൽ ഇങ്ങനെ നമുക്ക് എടുക്കാം. നമ്മുടെ ഡെഡിക്കേഷന് ചോദ്യം ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ നീങ്ങിയിട്ടില്ലെങ്കിൽ സിദ്ധാർത്ഥൻ പല ഷോട്ടും കൊണ്ടുപോകും. പെട്ടെന്ന് പോവാം.